ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അങ്ങനെ ഈ ഒരു മെയ് മാസത്തിൻ്റെ എൻഡ് വരെ എത്തിയിട്ടുണ്ട്. ഈ ഒരു മെയ് മാസത്തിലാണെങ്കിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോൺസ് ആണ് ഇറങ്ങിയത്. ഇനിയിപ്പോൾ അടുത്ത മാസം ജൂൺ മാസത്തിൽ ഒരുപാട് കോമ്പാക്റ്റ് ഫോൺ വരുന്നുണ്ട്. ഒരുപാട് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതായത് നമ്മളെ അസ്യൂസിൻ്റെ ROG ഫോൺ പോലുള്ളൊരു ഫോൺ ഒരു 30,000 രൂപ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന പോക്കോ F7 അടക്കം അടുത്തൊരു മാസമാണ് ലോഞ്ച് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ 1 by 1 ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത മാസം ഫസ്റ്റായിട്ട് വരുന്നൊരു ഫോൺ എന്ന് പറഞ്ഞാൽ ഇൻഫിനിക്സിൻ്റെ GT3 Pro എന്നൊരു ഒരു ഗെയിമിംഗ് ഫോണാണ്. ROG ഫോൺ പോലെ തന്നെയാണ് ഡിസൈൻ വൈസ് ആണെങ്കിലും ഒക്കെ ഉഗ്രനാണ്. എന്താണ് ഒരു ഗെയിമിംഗ് ഫോൺ നമ്മൾ ഇതുവരെ കണ്ടത്, ആ ഒരു എക്സാറ്റിക് ഗെയിമിംഗ് ഫോൺ പോലെ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനൊക്കെ വരുന്നത്. എയർ ട്രിഗറൊക്കെ വരുന്നുണ്ട്. ഡിമെൻസിറ്റിയുടെ 8350 അൾട്ടിമേറ്റ് എന്ന പ്രോസറൊക്കെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. BGMI പോലുള്ള ഗെയിംസൊക്കെ തന്നെ 120 FPS സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ, 144 Hz ഹൈ റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നൊരു 30,000 രൂപ ആ റേഞ്ചിലാണ്. എന്തായാലും അതുക്കും മുകളിൽ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇൻഫിനിക്സ് ഫോണൊക്കെ തന്നെ നമ്മളെ ഉദ്ദേശിക്കാട്ടി പ്രൈസ് കൗണ്ടാണ് എപ്പോഴും വരാറ്. അപ്പം ഇതും ഒരു ബെസ്റ്റ് ലെവൽ പ്രൈസിങ്ങിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഗെയിമിംഗ് ഫോൺ വരെ ആ ഒരു മിഡ് റേഞ്ച് ലെവലിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണാണ് ഫസ്റ്റായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പാക്റ്റ് ഫോണാണ്. OnePlusൻ്റെ 13S എന്ന മോഡലാണ്. 6.3 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് മാത്രമേ ഈ ഒരു ഫോൺ വരുന്നുള്ളൂ. സ്നാപ്ഡ്രാഗൻ്റെ 888 ചിപ്സെറ്റ് വരുന്നുണ്ട്. 6200 mAh മുകളിലായിരിക്കും ഇതിൻ്റെ ബാറ്ററി എന്നും പറയുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. എക്സാക്റ്റ് മോഡൽ ചൈനയിൽ OnePlus 13T എന്ന മോഡലായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്ത് 13S എന്ന പേരിലാണ് വരുന്നത്. ചെറിയൊരു വ്യത്യാസം ബാറ്ററിയിലൊക്കെ വരാൻ ചാൻസ്, ചിലപ്പം ഒരു 6000 mAh താഴെ ആയിരിക്കും ബാറ്ററി ഒക്കെ വരുന്നത്. എന്തായാലും അറിയത്തില്ല. ജൂൺ 5-ാം തീയതിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒരു കോമ്പാക്ട് സൈസ് മാത്രമേ ഈ ഒരു ഫോണിന് വരുന്നുള്ളൂ. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ വിവോയുടെ ഒരു കോമ്പാക്ട് ഫോൺ കൂടെ വരുന്നുണ്ട്. വിവോയുടെ X200 FE എന്ന പേരിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ചൈനയിൽ ഇത് വിവോയുടെ V13S Pro Mini എന്ന പേരിലായിരുന്നു ചൈനയിൽ ഇറങ്ങിയത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 6.3 ഇഞ്ച് തന്നെയാണ് ഡിസ്പ്ലേ സൈസൊക്കെ ആയിട്ട് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ്. മീഡിയടെക്കിൻ്റെ Dimensity 9400E എന്ന പ്രോസർ ഉണ്ടാകും. 6500 mAh ബാറ്ററി ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഡിസൈൻ വൈസ് ആണെങ്കിലും കാണാനൊക്കെ നല്ല ഉഗ്രനാണ്. ഒരു ജൂൺ പകുതിയോടുകൂടി എന്തായാലും ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് ലോഞ്ച് ആവട്ടെ എന്തായാലും. അപ്പോൾ എല്ലാ ബ്രാൻഡും കോമ്പാക്റ്റ് ഫോണായിരിക്കും ഇനിയിപ്പം അങ്ങോട്ടേക്ക് ഇറക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒന്ന് മോട്ടറോളയുടെ ഭാഗത്തു നിന്നൊരു ഫോൺ വരുന്നുണ്ട്. മോട്ടറോള ഇപ്പം കഴിഞ്ഞ 2 മാസമൊക്കെ ആയിട്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സ്റ്റൈലസ് പെന്നൊക്കെയാണ് 22,000 23,000 രൂപ റേഞ്ചിലൊക്കെ ഇറക്കിയത്. അപ്പോൾ ഇനി വരുന്നത് മോട്ടറോളയുടെ G16 എന്ന മോഡലാണ്. G16 അല്ല, Edge 16 എന്ന മോഡലാണ്. ഇതിൻ്റെ സ്പെക്ക് ആണെങ്കിൽ 1.5K റെസൊല്യൂഷൻ വരുന്ന ഒരു കോഡ് കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ചിപ്സെറ്റ് വരുന്നുണ്ട്. 50 MB ഡുവൽ ക്യാമറ ഉണ്ടാകും. ഒരു 25,000 രൂപ പ്രൈസ് പോയിന്റിലായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. മോട്ടോള അറിയാലോ, ഇറക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓൾറൗണ്ട് ഫോൺ ആയിരിക്കും എപ്പോഴും ഇറക്കാറ്. അപ്പം ഇതും അങ്ങനെ ഒരു ബെസ്റ്റ് ഫോൺ തന്നെയാണ്. അപ്പം ഇതും ഒരു ജൂൺ മിഡ് ഒക്കെ ആകുമ്പോഴായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ വരുന്നത് വിവോയുടെ കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു 30,000 രൂപ റേഞ്ചിൽ. ഇപ്പോൾ അതിൻ്റെ പുതിയൊരു മോഡലായിട്ടാണ് വരുന്നത്. വിവോയുടെ T4 Ultra എന്ന മോഡലാണ്. ഒരു 32,000 രൂപയൊക്കെ ആയിരുന്നു കഴിഞ്ഞ മോഡൽ ഇറങ്ങിയത്. ഇപ്രാവശ്യം ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും എന്തായാലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണെങ്കിൽ 1.5K റെസൊല്യൂഷനുള്ളൊരു കോഡ് കർവ്ഡ് ആയ ഡിസ്പ്ലേ ഉണ്ടാകും. ട്രിപ്പിൾ ക്യാമറ ഉണ്ടാകും. മീഡിയടെക്കിൻ്റെ Dimensity 9300E എന്ന പ്രോസർ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പ്രൈസ് എന്തായാലും ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും. 30,000 32 ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും എന്തായാലും വരുന്നത്. ആ റേഞ്ചിലൊരു ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും എന്തായാലും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിവോയുടെ ഫോൺ കൂടെ അടുത്ത മാസം ഒരു പകുതിയോട് കൂടി തന്നെ എന്തായാലും ആ ഒരു ഫോൺ കൂടെ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന പോക്കോയുടെ F7 അടുത്ത മാസം എന്തായാലും ഷുവറായിട്ട് ലോഞ്ച് ആവുന്നതായിരിക്കും. ഇതും ചൈനയിൽ റെഡ്മിയുടെ ടെർബോ 4 Pro എന്ന പേരിലാണ് ഇറങ്ങിയത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണെങ്കിൽ 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ഉണ്ടാകും. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ചിപ്സെറ്റ്, 7550 mAh ബാറ്ററി, 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 50 MB ഡുവൽ റിയർ ക്യാമറ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 30,000 രൂപ റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോണാണ് അടുത്ത മാസം വരുന്നത്. പോക്കോയുടെ F7 F സീരീസിൽ വന്ന എല്ലാ ഫോൺസും ദി ബെസ്റ്റ് ആയിരുന്നു. അപ്പം F7 അതുപോലെ തന്നെയാണ്. അപ്പോൾ അടുത്ത മാസം എന്തായാലും ഒരുപാട് മാസമായി നമ്മളിത് വരും എന്ന് പറയുന്നത്. പക്ഷെ ഫൈനലി എന്തായാലും
അടുത്ത മാസം ഷുവറായിട്ട് ഈ ഒരു ഫോൺ ലോഞ്ച് ആവും. ഇനി അടുത്തതായിട്ട് വരുന്നൊരു ഫോൺ എന്ന് പറയുന്നത് OnePlusന്റെ നോഡ് CE5 എന്ന മോഡലായിരിക്കും. ഒരു 25,000 രൂപ റേഞ്ചിൽ വരുന്നൊരു മോഡലാണ്. ഇതിൻ്റെ സ്പെക്ക് ആണെങ്കിൽ ഫുൾ HD ആയിട്ടുള്ള OLED ഡിസ്പ്ലേ ഉണ്ടാകും. അതുപോലെ തന്നെ Dimensity 8350 ചിപ്സെറ്റ് ഉണ്ടാകും. 7100 mAh ബാറ്ററി, 80 വാട്ടിലെ ഫാസ്റ്റ് ചാർജിങ്, 50 MB ഡുവൽ റിയർ ക്യാമറ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതും ഒരു ജൂൺ പകുതിയോട് കൂടിയായിരിക്കും എന്തായാലും ഈ ഒരു ഫോൺ കൂടെ വരുന്നത്. അത്യാവശ്യം എന്താ പറയുക, OnePlus ഫോൺസ് ധൈര്യത്തോടെ വാങ്ങാൻ വേണ്ടി പറ്റും. കാരണം ലൈഫ് ടൈം വാറൻറ്റിയാണ് ഡിസ്പ്ലേക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രീൻ ലൈനോ കാര്യങ്ങളോ ഒന്നും വന്നാൽ തന്നെ ഒരു ഇഷ്യൂസും ഇല്ല, അപ്പം തന്നെ മാറ്റിത്തരും, ഡാമേജ് ഇല്ലെങ്കിൽ മാത്രം. അപ്പം അത്രയും ധൈര്യത്തോടെ എടുക്കാൻ വേണ്ടി പറ്റിയ വേറൊരു ബ്രാൻഡ് ഇപ്പോൾ ഇല്ല. അപ്പോൾ OnePlus മാത്രമേ ഉള്ളൂ. അപ്പോൾ നോഡ് CE5 അടുത്ത മാസം വരുന്നുണ്ട്. പിന്നെ ഓപ്പോയുടെ K13 ടെർബോ എന്ന മോഡൽ, ഓപ്പോയുടെ K സീരീസ് അറിയാലോ, ഇതിന് മുമ്പേ K13 എന്ന ഫോണൊക്കെ ഇറക്കിയിട്ട് ഞെട്ടിച്ചൊരു മുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടെ വില കൂടി 30,000 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഓപ്പോയുടെ K13 ടെർബോ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ചിപ്സെറ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. 7300 mAh ബാറ്ററി, 50 MB ഡുവൽ ക്യാമറ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഓപ്പോയുടെ K13 ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈസിങ്ങിലായിരിക്കും എന്തായാലും ഈ ഒരു ഫോൺ വരുന്നത്. കാരണം K13 ആ റേഞ്ചിലെ ബെസ്റ്റ് ആയിരുന്നു. K13 ടെർബോവും ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഫോൺ കൂടെ ഓപ്പോയുടെ ഭാഗത്ത് നിന്ന് അടുത്ത മാസം വരുന്നുണ്ട്. അപ്പം ഇത്രയും ഫോൺസ് ആണ് കേട്ടോ അടുത്ത മാസം വരുന്നത്. ഇപ്പോൾ ഈ ഒരു മാസം ലാസ്റ്റ് തന്നെ വേറെ ഒരുപാട് ഫോൺസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ വേറെ ഒരുപാട് ബഡ്ജറ്റ് ലെവൽ ഫോൺസ് എന്തായാലും ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം അനൗൺസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ വേറെ ഒരുപാട് ഫോൺസും ഇനി ലോഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ഫോണാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.